എന്റെ ദൈവമേ, ഒരു അച്ചടിശാല തുടങ്ങിയാൽ വെച്ചടി കയറ്റമാണെന്നും പറഞ്ഞ് തുടങ്ങിയതാ. ഇപ്പൊ കാറ്ററിംഗുകാരോടെ പോയി പച്ചടി വിളമ്പിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാണ് ദൈവമേ ഇതിനകത്തുനിന്ന് ഒരു കരകയറ്റം ഉണ്ടാകുന്നത്? വന്നല്ലോ കൃത്യസമയത്ത്. നീ ദിവസവും താമസിച്ചാണ് വരുന്നത്, ദിവസവും താമസിച്ചു. ആശാൻ ഒരുപാട് കണ്ണിച്ചോരല്ലാത്ത വർത്താനം പറയരുത്. എന്ത്? രാവിലെ കോഴി കൂമ്പ് എണീക്കുന്ന ഞാൻ വീട്ടിൽ എന്തൊക്കെ ജോലിയുണ്ടെന്ന് അറിയാമോ? പിന്നെ ഭയങ്കര ജോലിയാണ്. ഒരു ദിവസമെങ്കിലും നേരത്തെ വന്നാൽ എന്താടാ? ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കാനാണ് നിന്റെ ശ്രമം. ആ വൈദ്യരുടെ നോട്ടീസ് റെഡി ആയി കൊടുത്തായിരുന്നു. റെഡിയാക്കി ഇന്നലെ ഞാൻ അടിച്ചു വെച്ചിട്ട് രാത്രിയാ പോയത്. ആണോ? ഇതെങ്കിലും കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടോ? എന്താണ് വൈദ്യരുടെ നോട്ടീസിൽ അടിക്കാൻ ഞാൻ തന്നത്? കവിളത്തെ മറുകിനെ സമീപിക്കുക. നീ എന്തോ എഴുതി വെച്ചേക്കുന്നത്? കവിളത്തെ മറുകിനെ സമീപിക്കുക. അങ്ങനെയാണോ നീ അച്ചടിച്ച് വെച്ചേക്കുന്നത്? കോവളത്തെ മറുതയ്ക്ക് സമീപിക്കുക. ഇനി വന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് കൊല്ലുകളഞ്ഞിട്ട് ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇത് പൂട്ടിയ അതുങ്ങൾ പട്ടിണിയാകും. മനസ്സിലായോ? ആശാൻ പേടിക്കണ്ട ആശാനെ. വാ കയറിയത് ദൈവമാണെങ്കിൽ ബാക്കിയുള്ളത് നാട്ടുകാർ വന്ന് വലിച്ചു കയറിക്കോളും. ഈ മാതിരി പ്രവൃത്തിയാണെങ്കിൽ നിന്റെ ഇതെന്തിന്റെയാ? പറഞ്ഞുതരാടാ, എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, മാത്തൻ. അവന്റെ കല്യാണം ഫിക്സ് ചെയ്തത് മുതല് നീ എന്റെ വീടിന്റെ തിണ്ണ കയറി നിറങ്ങുമല്ലോടാ. കാർഡ് പ്രിന്റ് ചെയ്ത് തരാം, കാർഡ് പ്രിന്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട്. അതിനെന്താണ് കുഴപ്പം? കൃത്യസമയത്ത് കല്യാണക്കുറി ഞാൻ പ്രിന്റ് ചെയ്ത് തന്നില്ലേ? കല്യാണക്കുറി പ്രിന്റ് ചെയ്ത് നീ എന്തുവാ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നേ? എന്താണ് കുഴപ്പം? മാത്തൻ വിത്ത് കല എന്ന് എഴുതാൻ പറഞ്ഞോ ഞാൻ? താൻ എന്തുവാണോ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നേ? ഞാനെന്താ പ്രിന്റ് ചെയ്തത്? മാത്തൻ വിത്തുകാള. എന്നാടോ എന്റെ മോൻ തനിക്ക് വിത്തുകാളയായത്? ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാണ്. അടുത്ത മിസ്റ്റേക്ക് പറ. എന്റെ പേരെന്താടാ? റബേക്ക. റബേക്ക. എന്തോന്ന് അതിൽ അച്ചടിച്ചു വെച്ചേക്കുന്നത്? റബറുങ്ക. റബറുങ്കായല്ലടാ, ഒട്ടുപാലി. കാല നിർക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞല്ലോ. കഴിയേ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ വേറെ കുറി അടിച്ചു തരാം. വേണ്ട. എന്റെ കെട്ടിയോന്റെ പേരെന്താടാ? തരകം മുതലാളി. ഇത് ആർക്കാണ് ഇവിടെ അറിയാൻ വയ്യാത്ത? എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാലോ. നീ എന്തോന്ന് പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്? തൊരപ്പം മുതലാളി. എനിക്ക് നാട്ടിലും വീട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാതായി. ഞാനെന്തോ ചെണ്ടയാണോ ഇങ്ങനിട്ടടിക്കാൻ? നീ ചെണ്ടയിലടാ, നിന്നെ നിർത്തി കത്തിക്കൂടാ ഞാൻ. അലവലാതി. അയ്യോ കഴിഞ്ഞല്ലോ, സമാധാനമായി. കഴിഞ്ഞിട്ടില്ല. നിനക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയുണ്ടോ? കഴിഞ്ഞിട്ടില്ല. എന്റെ മകന്റെ കല്യാണം കണ്ണനെല്ലൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്ന് പ്രിന്റ് ചെയ്യാനാണോ ഞാൻ പറഞ്ഞത്? അതെ. കണ്ണനെല്ലൂർ ഓഡിറ്റോറിയത്തിന് പകരം നീ എന്താ എഴുതി വെച്ചതെന്ന് നിനക്കറിയാവോ? വേണ്ട, പറയണ്ട. എനിക്കറിയാം. അറിയാം. അപ്പൊ നിനക്കറിയാം. നിന്നെ അറിയിച്ചേരാടാ ഞാൻ. നിന്നെ അറിയിച്ചേരാം. അല്ല, ഒരു കബഡി ടീം ജേഴ്സി വേണോന്നും പറഞ്ഞ് എന്റെ ജ്വല്ലറി വന്നിരുന്നു. എന്നിട്ട് ആമ്പിള്ളേരുടെ ബനിയത്തുമ്മേ നീ എന്തുവാടാ എഴുതി വെച്ചേക്കുന്നത്? എന്തുവാ നീ എഴുതിയത്? എന്റെ ജ്വല്ലറിയുടെ പരസ്യം എഴുതാൻ പറഞ്ഞോ? ഞാൻ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആണ്. എന്താ എഴുതിയത്? തരകൻസ് ജുവലേഴ്സ് കൂത്താട്ടുകുളം. കൃത്യമായിട്ട് ഞാൻ അച്ചടിച്ചിട്ടുണ്ടല്ലോ. അത് ബനിയത്തുമ്മ നീ എഴുതി. നിക്കറിന്റെ മുമ്പിൽ നീ എന്തോ എഴുതി? ഒരു പണത്തൂക്കം മുൻപിൽ. നിക്കറിന്റെ മുമ്പിൽ എഴുതാവോ? അത് ബനിയന് സ്ഥലമില്ലാത്തോണ്ടാണ് നിക്കറെല്ലാം അടിച്ചത്. സ്ഥലം ഉണ്ടാക്കി തരാടാ നിനക്ക്. ഞാൻ പള്ളിപ്പറമ്പിൽ സ്ഥലം ഉണ്ടാക്കി തരാം. നിന്നെയും കത്തിക്കും, നിന്റെ കൂട്ടുകാരനെയും കത്തിക്കും, ഈ പ്രസ്സും ഞാൻ കത്തിക്കും. കാണിച്ചു തരാടാ അലവലാതി. ആ നിക്കറൊക്കെ തിരിച്ചിട്ടാ പോരെ? ആ പ്രശ്നം തിരുത്തില്ലേ? ഇറങ്ങി വേണം ഇങ്ങോട്ട്. നീ കാണിച്ചു കൂടെ പ്രവൃത്തിക്കാരനെ ഞാനാണ് ഇവിടെ തല്ലി മേടിക്കുന്നത്. ആക്രി മെഷീനോ? എന്റെ അപ്പൂപ്പന്റെ മെഷീനാണ്. നീ അവനെ കുറ്റം പറഞ്ഞുണ്ടല്ലോ. കൊന്നുകളെയും പറഞ്ഞു നിന്നെ ഞാൻ. അപ്പൂപ്പന്റെ തേങ്ങ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. മനസ്സിലായോ? ബാഗ് ഇവിടെ വെക്കണേ കുഴപ്പമില്ലല്ലോ. എന്താ ചോദിച്ചേ? എന്നെ മനസ്സിലായോന്ന്? പിന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ദുൽഖർ സൽമാൻ അല്ലേ വന്ന് നിൽക്കുന്നേ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയാണോ? ഞാൻ ബാങ്കിൽ നിന്ന് വരെയാണ്. ബാങ്കിൽ നിന്ന് വരെയാണ്. ബാങ്ക് ഓഫ് ബറോട്ട. ബാങ്ക് ഓഫ് പൊറോട്ടയാ? അതെ അതെ. എങ്കിൽ 2 കിട്ടിയ കൊള്ളായിരുന്നു. എന്താണ് പൊറോട്ട? ബാങ്കിൽ നിന്ന് വരെയാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലായി. ബാങ്കിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി. കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? കാപ്പി. ഞാൻ ഹാപ്പിയാണ് സാർ. ഞാനും ഹാപ്പിയാണ്. അല്ല, എനിക്ക് കാപ്പി വേണോ? കാപ്പി വേണോ? കാപ്പി വേണം. ശശി, സാറിനൊരു കാപ്പി. സാറിനൊരു കാപ്പി. ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്ക് കാപ്പി മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെന്താ? ഞാൻ ഡീൽ അങ്ങോട്ട് മാറിയില്ല.
സാറേ ബിരിയാണി ആയാലോ? ഓക്കെ, ബിരിയാണി ആവട്ടെ. ബിരിയാണി. അതെ അതെ. അതെ, ചിക്കൻ ബിരിയാണി വേണോ ബീഫ് ബിരിയാണി വേണോ? ചിക്കൻ മതി, ചിക്കൻ. ചിക്കൻ. അതെ അതെ. ഈ ചിക്കന്റെ ഈ വലിയ പീസ് 2 അതിനകത്ത് ഇടുന്നുണ്ട്. 2 പീസ് ഇട്ടോ, കുഴപ്പമില്ല. കുഴപ്പമില്ല. മുട്ട ആവാലോ. മുട്ട വേണം. അച്ചാർ ആവശ്യത്തിന് മതി കേട്ടോ. സലാഡ് കുറച്ചെടുത്തു. എല്ലാം എടുക്കാം. പിന്നെ ഒരു കുറവ് വരരുത് കേട്ടോ. അതെ അതെ. എന്നാ ഇവിടെ ബിരിയാണി ഇല്ല, ഒരു വാഴക്കയില്ല. ആണോ? ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യണോ താൻ? ആരും ഇൻസൾട്ട് ചെയ്ത്? താൻ എന്താ പറഞ്ഞ എന്നെ വിളിച്ചു? നീ എന്തൊരു മോശമാണ് സംസാരിച്ചത്. സംസാരിച്ച് സാറിനോട് ഇത്രയും സാധനം വേണമെന്ന് ചോദിച്ചിട്ട് വാഴക്കേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെയാണ് നിങ്ങളെ ATM. ഞങ്ങളുണ്ട്, കാർഡ് ഇടും, പേരടിക്കാൻ പറയും, പേരടിക്കും, പാസ്വേഡ് അടിക്കാൻ പറയും, പാസ്വേഡ് അടിക്കും, എത്ര രൂപ വേണമെന്ന് നോക്കും, നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ പറയും ഈ ATM-ൽ പൈസ ഇല്ല, ഇങ്ങോട്ട് തരുന്നതിന് അങ്ങോട്ട് തിരിച്ചൊരു പണി തന്നെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അവിടെ സംസാരിക്കാം. നിങ്ങളല്ലേ ഈ പ്രസിന്റെ മുതലാളി? ഞാൻ നിങ്ങളടുത്താണ് സംസാരിക്കാനുള്ളത് കേട്ടാ. തന്റെ ഈ പ്രസ് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. ജപ്തി ചെയ്യാനോ? അതെ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലണ്ണ. അങ്ങനെ പറയലണ്ണ. പണനായ അങ്ങനെ പറയലണ്ണ. എന്താ പറയല്? സഹായിക്കും. ഇതുപോലെ ഒരുപാട് പേരെ ഒന്ന് കാല് പിടിച്ചിട്ടുള്ളതാണ്. ഇത് എന്റെ ജീവിത മാർഗമാണ്. ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പട്ടിണിയായി പോകും. പിന്നെ കാല് പിടിക്കാൻ പറയാണ്. ഒരുപാട് കാല് പിടിച്ചിട്ടുള്ള എന്നെ. അണ്ണാ, ഇതെന്റെ അപ്പൂപ്പന്റെ മണ്ണാണാ. നിങ്ങൾ അപ്പൂപ്പന്റെ മണ്ണെണ്ണയാണെങ്കിൽ സ്റ്റൗവിലിട്ട് കത്തിയിരി. അപ്പൂപ്പന്റെ മണ്ണെണ്ണയെന്നല്ല പറഞ്ഞത്, അപ്പൂപ്പന്റെ മണ്ണാണാ ഇത്. അതുകൊണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബാങ്ക് ജനങ്ങളെ വിശ്വസിക്കുന്നു, ജനങ്ങൾ നമ്മളെ ബാങ്കിനെ വിശ്വസിക്കുന്നു. അതെ അതെ അതെ. 2 രൂപയുടെ പേന വരെ ചരടി കെട്ടി ഇട്ടേക്കുന്നത് നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് പറയല്ലേ? അതെ, നിങ്ങൾ എന്റെ ബാങ്കിൽ വന്ന് പൈസ വാങ്ങിയായിരുന്നു. നിങ്ങൾക്ക് ഈ പ്രസ് പുതുക്കി പണിയണമെന്നൊക്കെ പറഞ്ഞു വന്നു. ഞാൻ ആദ്യത്തെ കെടു നിങ്ങൾക്ക് തന്നായിരുന്നു. അതിന്റെ ലഡു ബാങ്കിൽ തന്നായിരുന്നു. അത് ഞാൻ തിന്നായിരുന്നു. രണ്ടാമത്തെ കെടു നിങ്ങൾക്ക് തന്നായിരുന്നു. അതിന്റെ ലഡുവും ബാങ്കിൽ തന്നായിരുന്നു. അത് ഞങ്ങൾ തിന്നായിരുന്നു. നിങ്ങൾ ഈ ലഡു മാത്രമേ ബാങ്കിൽ കൊണ്ട് തരുന്നുള്ളൂ, ആ പൈസ കൊണ്ട് തരുന്നില്ല കേട്ടാ. ഇത് ഞാൻ ജപ്തി ചെയ്യും. ജപ്തി ചെയ്യാൻ അങ്ങ് ഉറപ്പിച്ച് തീരുമാനിച്ചോ? ഉറപ്പിച്ച് തീരുമാനിച്ചിട്ട് തന്നെ പറയുന്നത്. അതങ്ങനെ പോകാൻ ശരിയാകും. ഇവിടെ നിയമം കോടതിയെ കൊണ്ടുവന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കയറി ഒന്ന് ജപ്തി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് തരണ്ടേ? മുന്നറിയിപ്പ് തരണ്ടേ നിങ്ങൾ? മുന്നറിയിപ്പ്? നിങ്ങൾക്ക് ജപ്തി നോട്ടീസ് അയച്ചായിരുന്നോ മിസ്റ്റർ? ആര് ജപ്തി നോട്ടീസ് അയച്ചു? ഇവിടെ ആരും ജപ്തി നോട്ടീസ് അയച്ചിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ജപ്തി നോട്ടീസ് നിങ്ങൾക്ക് വന്നായിരുന്നോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ജപ്തി നോട്ടീസ് നിങ്ങൾക്ക് അയച്ചായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നോട്ടീസ് ഇവിടെ വന്നായിരുന്നില്ലേ? വന്നായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നോട്ടീസ് ഇവിടെ വന്നായിരുന്നു. വന്നായിരുന്നു. അതെനിക്കുള്ള ജപ്തി നോട്ടീസ് ആയിരുന്നു. അതെ അതെ. എന്റെ പൊന്നടാവേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഒരൊറ്റ ഓട്ടത്തിന് ബാങ്കിൽ പോയി ഒരു 20,000 രൂപ ഇങ്ങ് എടുത്തോണ്ട് പോവാ. അല്ല, എന്റെ ബാങ്കിൽ ഇപ്പൊ 20,000 രൂപ നിങ്ങൾക്ക് എന്തിനു കൊണ്ട് തരണം? എന്തിനാ കൊണ്ട് തരുന്നോ? നിങ്ങൾ എനിക്കൊരു ജപ്തി നോട്ടീസ് അയച്ചില്ലേ? അതിന്റെ ഒരു 10,000 കോപ്പി ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുക. അത് ഞാനെടുത്ത് തിന്നണോ?